ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് ഒരു ഉസ്താദിനൊക്കെ പരിചയപ്പെട്ട് ഉസ്താദിലൂടെ പാട്ട് പഠിച്ച് അതും പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ പേര് അനലാണ്, മറ്റേത് ഉസ്താദാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു പാട്ടിലേക്ക് അനിൽ ഉസ്താദിലൂടെ എത്തപ്പെട്ടത്? അത് അങ്ങനെ പറഞ്ഞാൽ അച്ഛൻ രാവിലെ 5:30 പണിക്ക് പോകും എന്നും. നടന്നാണ് പോലെ കീശ്ശേരി വരെ, വണ്ടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടണ വണ്ടിക്ക് പോകലാണ്. ഒരു ദിവസം അച്ഛൻ പോയപ്പോൾ ഉസ്താദിനെ കൈയാട്ടിയപ്പോൾ ഉസ്താദ് നിർത്തി. അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും ഉസ്താദിനെ കിട്ടി. അപ്പോൾ ഉസ്താദ് എന്താ വീട്ടിലത്തെ വർത്താനൊക്കെ ചോദിച്ച്. അപ്പം അങ്ങനെ ഒരു മോൻ ഉണ്ട് പറഞ്ഞ് എന്തെങ്കിലും കഴിവുണ്ട് ചോദിച്ചപ്പോൾ പാടും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഉസ്താദ് എന്നെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. അമ്മിഞ്ഞപ്പാലും വില പേശി വിൽക്കുന്ന അഹങ്കാരത്തിമിരിൻ്റെ കാലം, അമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മയ്ക്കും ബാപ്പാക്കും അതിരുവരയ്ക്കുന്ന കാലം, ഇത് ഖിയാമത്തിനടയാളം, ഇത് ഖിയാമത്തിനടയാളം. അമ്മിഞ്ഞ പാലും വില പേശി വിൽക്കുന്ന അഹങ്കാരത്തിമിരിൻ്റെ കാലം, അമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മയ്ക്കും ബാപ്പാക്കും അതിരുവരയ്ക്കുന്ന കാലം, ഇത് ഖിയാമത്തിനടയാളം, ഇത് ഖിയാമത്തിനടയാളം. മനസ്സറിഞ്ഞുള്ളൊരു പുഞ്ചിരി കാണാത്ത മാളിക വലയത്തിൻ കാലം, മനസ്സറിഞ്ഞുള്ളൊരു പുഞ്ചിരി കാണാത്ത മാളിക വലയത്തിൻ കാലം.